ഹായ് ആൾ, നമുക്കൊന്ന് തായ്ലൻഡ്, മലേഷ്യ, കൊറിയ, സിംഗപ്പൂർ ഒക്കെ പോയിട്ട് വരാം. ഓവറാക്കുന്നില്ല. നമ്മുടെ ചെന്നൈ ട്രേഡ് സെൻറ്ററിൽ ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഫർണിച്ചർ ഫെയറും ഇതും ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലും. അപ്പോൾ ഒരാൾക്ക് 50 രൂപയായിരുന്നു ഫീ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് ഫർണിച്ചർ കടകളൊക്കെയാണ്. അവിടെ നിന്നാണ് പിന്നെ തായ്ലൻഡിൻ്റെയും കൊറിയയുടെയും ഓരോ ജ്വല്ലറീസും ബാഗ്സും അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫർണിച്ചറിന് അങ്ങനെയൊന്നും ഫോട്ടോ എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനിങ്ങനെ അടിപൊളി സാധനങ്ങൾ കാണുന്നത് മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് വരുമായിരുന്നു. എന്തായാലും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, എല്ലാം കാണാനായിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. ലൈക്ക് എന്താ പറയുക, ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നില്ല, കുറേ പേര് ഇങ്ങനെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യണമുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ സ്റ്റോൾസും ഉണ്ട് കേട്ടോ, ഇന്ത്യൻ സ്റ്റോൾസ് കുറേ ഉണ്ട്. പിന്നെ കുറേ ഇൻ്റർനാഷണൽ സ്റ്റോൾസും ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ അതൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങൾ, അങ്ങനെ റെയറെന്ന് പറയാനൊന്നുമില്ല. എന്നാലും കുറച്ച് എന്താ പറയുക, പിക്ക് ആൻഡ് ചൂസ് പോലെ കുറച്ച് ചില സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു മാല, അതേപോലെ ഒരു ലാമ്പ്, അങ്ങനെ ഒരു 2-3 എണ്ണം വാങ്ങി. പിന്നെ ടീഷർട്ടിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതും ഈ ഫ്ലവേഴ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും പൊടിയാവും, അതുകൊണ്ട് ഞാൻ അധികം വാങ്ങാൻ നിന്നില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാ കളേഴ്സും വെച്ച് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വാങ്ങിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ആക്സസറീസ്, ചെയിൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളും. പിന്നെ ടീഷർട്ടും ട്രൗസേഴ്സിനൊക്കെ സർപ്ലസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. അതെനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നാലും അതിന്ന് വാങ്ങി. അങ്ങനെ ചിലത്. പക്ഷേ ഇൻ ടോട്ടൽ കാണാൻ നല്ല കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ആംബിയൻസ്, എല്ലാ സ്റ്റോൾസും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, പോവാൻ. നാളെ ഉള്ളൂ, അതായത് ജൂൺ 2 വരെ ഉള്ളൂ. ചെന്നൈയിലുള്ളവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. കണ്ണിന് നല്ല കുളിർമയാണ്. കുറേ സാധനങ്ങൾ, ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത്ര തന്നെ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ജസ്റ്റ് ഒരു 1.5 hours സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ തിരക്കാണ് കേട്ടോ എടുക്കുന്നത്. സാധനങ്ങളെയും കാട്ടിലും ഞാനിവിടെ തിരക്ക് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. ഈ ബുദ്ധയൊക്കെ നല്ല രസമല്ലേ, നോക്കുക. വൈറ്റ് മാർബിൾ, അതിൻ്റെ ഇതന്നെ അങ്ങനെ ആയിരുന്നു കേട്ടോ, സ്റ്റോറിൻ്റെ പേര് തന്നെ അങ്ങനെയായിരുന്നു, വൈറ്റ് മാർബിൾ സെറ്റ്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ മാലയാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ എക്സിബിഷനിൽ ഒരു സർപ്ലസ് കൗണ്ടറും ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഞാൻ എടുത്തത് ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 3 എണ്ണം 1000 rupees അങ്ങനെയാണ്. നല്ല ബ്രാൻഡഡ് ടീഷർട്ട്സ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി 3 ടീഷർട്ടും ആദ്യം 3 ട്രൗസേഴ്സും എടുത്തു. അങ്ങനെ ഏതിനും 3 എണ്ണത്തിന്, ഇപ്പോൾ 3 ട്രൗസേഴ്സ് ആണെങ്കിൽ 1000, 3 ഇതാണെങ്കിലും 1000, അങ്ങനെ ആയിരുന്നു. അത് നല്ല ഒരു ഇതായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു അവിടെ, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ സൺഡേ ഈവ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.